അപ്പോഴേ ഒരു ചെറിയ നടത്തത്തിന് ഇറങ്ങിയതാണേ, മോർണിംഗ് വാക്ക്. അങ്ങനെ വഴി കാണുന്ന ചെടികളൊക്കെ നോക്കുക, അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ സ്റ്റൈല്. പറിച്ചെടുക്കുക, കൊണ്ട് നടുക, ഇങ്ങനെയൊക്കെ. അപ്പം ഇതെന്താണെന്ന് പറയാമോ? ഡാലിയല്ല, സൂര്യകാന്തിയല്ല. ഞാൻ പറഞ്ഞോളൂ. കയ്പൻ കാട് കണ്ടിട്ടുണ്ടോ? ഇതാണ് കയ്പൻ കാട്. നമ്മളിപ്പോൾ പറയും സൂര്യകാന്തി എന്ന് പറയും. സൂര്യകാന്തി ഒന്നുമല്ല കേട്ടോ, ഇത് കയ്പൻ പൂവാണ്. കയ്പൻ പൂവെന്ന് പറയുന്നത് ഡാലികയുടെയൊക്കെ കളർ വരുന്ന സൈസ്. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്? സൂര്യകാന്തിയുടെ പഴയ ഒരു പടം തലമുറ എന്ന് പറയാം. ഇതൊരു പാർക്കിൻ്റെ സൈഡ്, റോഡ് സൈഡാണ് കേട്ടോ. ഒരു പാർക്കാണ്, അതിൻ്റെ സൈഡിലാണ്. പിന്നെ ഈ കയ്പങ്കാട് കയറി ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് സൂര്യൻ ഉദിച്ച് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സൂര്യകാന്തിയുടെ അതേ ഇത് തന്നെ. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്? നല്ല കളറല്ലേ? അപ്പോൾ അതാ അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് സൂര്യൻ ഉദിച്ച് വരുന്ന രാവിലെ ഇത് സൂര്യകാന്തി നോക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇത് സൂര്യനെ നോക്കി നിൽക്കുന്ന കയ്പൻ കാട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ കേട്ടോ. പണ്ട് വെയിൽ കിട്ടുന്നതിന് ചെമ്പരത്തിക്ക് പകരം കയ്പങ്കാടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നല്ല പൊക്കത്തിലുണ്ടാവും, നിറയെ പൂക്കളുമൊക്കെ ആയിട്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ഞങ്ങളുടെയൊക്കെ പറമ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ വെയിൽ കെട്ടിയിരുന്ന ഈ കയ്പങ്കാട് കൊണ്ടാണ്. അപ്പം നമ്മളെന്ന് പറയും കയ്പൻ കാടെന്ന് അന്ന് പറഞ്ഞിരുന്നത്. ഇന്നെന്താ പേരെന്ന് അറിയത്തില്ല. ഇന്നിതൊക്കെ കാണാൻ കൂടി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുണ്ടോ, ഇവരെ കണ്ടോ? ഇത് പേർഷ്യൻ ക്യാറ്റ്സ്. ഇപ്പോൾ എല്ലാവരും പേർഷ്യൻ ക്യാറ്റ്സിൻ്റെ പിന്നാലെയല്ലേ. നമ്മുടെ നാടൻ പൂച്ചകൾക്കൊന്നും ഇപ്പോൾ ഒരു വിലയില്ല. ഉണ്ടോ? നല്ല രസമുണ്ട് ഇവരെ കാണാൻ കേട്ടോ. നമ്മളെ പരിചയമില്ലാത്തവർ എന്ന് കഴിയുമ്പോഴത്തേനും ചീറ്റിക്കൊണ്ടൊക്കെ വരും. എന്നാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. തീറ്റയ്ക്ക് വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കും അവർ. അങ്ങനെ തീറ്റയൊക്കെ കിട്ടി അവർ തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. കൊള്ളാം അല്ലേ? നല്ലത്. നോക്കിക്കോണേ. ഇതുകൊണ്ട് ഒരു ബ്ലാക്ക് കളറുണ്ടോ. ഇപ്പോൾ ഒരു തള്ളപ്പൂച്ചയാണോ ഒരാൾ വരും ഇപ്പോഴേ. എന്നിട്ട് ഇതിനോട്ട് ഒറ്റ ഒരടി കൊടുത്തു. ഉണ്ടോ അടി കൊടുത്തു. പിന്നെ ഈ കയ്പം എന്നിട്ട് പിന്നെ അതൊക്കെ കണ്ടിട്ട് ഞാൻ ഈ കയ്പങ്കാടിൻ്റെ ഇതിൻ്റെ അരി അങ്ങ് ഒരെണ്ണം പറിച്ചു കേട്ടോ. പറിച്ചുകൊണ്ട് പോയി. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു കയ്പൻ കാട് സൃഷ്ടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ എന്തോ രസമായി പൂക്കൾ. ആ പൂക്കളുടെ നിറം കണ്ടോ? പണ്ട് ഞാൻ പറയും എന്തോ സൂര്യകാന്തി അല്ല, വേറൊരു ചെറിയ ഉണ്ടല്ലോ, മാങ്ങാനാർ എന്നൊക്കെ പറയുന്നത്, ശവനാറിയെന്നോ ഏതാണ്ടൊക്കെ പറയുന്ന ഒരു ചെറിയ പെറ്റൽസുള്ള ചെടിയില്ലേ. പിന്നെ ഈ ചെടികളൊക്കെ എല്ലാവർക്കും പരിചയമാണല്ലോ അല്ലേ. ഇതെല്ലാം ഈ കാട് പോലെ നിൽക്കുവാണേ. ഇതൊക്കെ ഒന്ന് വെട്ടി ഒരുക്കി നിർത്തിയാൽ എന്താ ഭംഗിയായിരിക്കും അല്ലേ? നിറയെ പൂക്കളൊക്കെ ആയിട്ട്. ഹെലിക്കോണിയ. അങ്ങനെ ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനത്തെ ചെടികളൊക്കെ കണ്ട് അപ്പോഴേ പറിച്ചുകൊണ്ട് പോകും കേട്ടോ. ഇതാണ് കയ്പങ്കാടിൻ്റെ യഥാർത്ഥ രൂപം. നല്ല പൊക്കത്തിൽ കണ്ടോ, പൊക്കത്തിൽ നിൽക്കും, നിറച്ച് പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കും. വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. ഇപ്പം മനോഹരമായിട്ട് തോന്നുന്നു കേട്ടോ. പണ്ടൊന്നും മനോഹരമായിട്ട് തോന്നിയിട്ടില്ല. കയ്പങ്കാടെന്നും പറഞ്ഞാൽ അതിൻ്റെ സൈഡിലോട്ടേ പോകത്തില്ല. അതിൻ്റെ ഇലയിലെങ്ങാനും തൊട്ട് പോയിട്ടുണ്ടെങ്കിൽ കയ്യിൽ പിന്നെ കയ്പ് ഇതായിരിക്കും. അപ്പം അങ്ങനെ ഹെലിക്കോണിയായും എല്ലാം കണ്ട് ഒരു പ്രഭാത സവാരിയൊക്കെ നടത്തി. പിന്നെ ഈ ചെടിയും എല്ലാവർക്കും പരിചിതമായ ചെടിയാണ്. ഇപ്പം നിറയെ പൂക്കൾ എവിടെ നോക്കിയാലും ഇപ്പോൾ ഇത് കാണും. ബൊഗെയിൻവില്ല പോലെ തന്നെ പൂത്ത് നിൽക്കുന്ന ഒരു ചെടി, പർപ്പിൾ ലേഡി. അങ്ങനെ നമ്മുടെ കയ്പങ്കാട്. പിന്നെ ഞാൻ കാണാത്തവരുണ്ടായിരിക്കും അല്ലേ, ചിലർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. എന്തായാലും കൊള്ളാം. അങ്ങനെ ഇന്നത്തെ ദിവസം മനോഹരമായ സൂര്യോദയമൊക്കെ കണ്ട് അല്പ സൂര്യരശ്മികളൊക്കെ ഏറ്റ്